കുറച്ച് സ്ഥലങ്ങൾ മാത്രമുള്ള റബ്ബറൈസ്ഡ് ആയിട്ടുള്ള റോഡ് വലിയ പൊട്ടിപ്പൊളിയായിട്ടുള്ളത്. ഇത് തന്നെയുള്ള പിന്നെ നമ്മുടെ ML റോഡ് വലിയ കുഴപ്പമില്ല. പിന്നെയുള്ളത് അപ്പകച്ചവടം. ഈ പണം എഞ്ചിനീയറിനെ കൊണ്ടാണ് പണം കൊണ്ടാട്ടത്. എത്ര കാലമായി ആൾക്ക് പൈസ പോലും കണ്ട ആള് ആത്മഹത്യ ചെയ്ത്. ഇത് നമ്മുടെ മറ്റേ മറ്റേ ഇവിടുത്തെ റോഡൊക്കെ ചെയ്തത് ഇതും പിന്നെ നമ്മുടെ മറ്റേ ഷൊർണൂരിൽ നിന്ന് നമ്മൾ തിരിച്ചിട്ട് ഒറ്റപ്പാലം റോഡ് അതും അയാൾ തന്നെ ചെയ്തല്ലേ. പിന്നെ അയ്യോ അയാള് അതെ അതിന് അയാള് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തൊക്കെ ചെയ്തത്. അതെ ഒന്നുമില്ല. റോഡ് ശരിയായി തന്നെ ഇവിടുത്തെ ഗതാഗതം പകുതി മുക്കാലും ബ്ലോക്കും കാര്യങ്ങളും കുറയും. കോഴിക്കാപ്പാടത്തുനിന്ന് നമ്മള് ശോഭര അവിടെ നിന്ന് കയറി വരുമ്പോ പാട് ഭയങ്കര. പിന്നെ പാലം വന്നപ്പോ കുറച്ച് തടയത്. അതെ കുറച്ച് ഇതായി. പിന്നെ ആ കട്ടയും വിരിച്ചു. അതെ അതേപോലെ നിൽക്കും. അതിന് കുറെ പേര് പറയണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ വികസനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡ് തന്നെയുള്ളൂ. അതൊരു പരമാവധി ഇതാക്കും. നമ്മുടെ കളക്ടറേറ്റിനാണ് തയ്ക്കല്ല. അന്ന് കട്ട വിരിക്കുമ്പോ എല്ലാവരും പറഞ്ഞത് എന്തിന് ഇതിന്റെ ആവശ്യം നോക്ക്. പക്ഷെ ഇന്ന് ആ കട്ടയുള്ള കാരണം പിന്നെയും വണ്ടികള് കുഴപ്പമില്ലാണ്ട് പോരണേ. കൈപ്പറമ്പും പക്ഷേ പിന്നെ നമ്മുടെ ആ ഇവിടെ നിന്ന് കയറിയിട്ട് ചൂണ്ടല്ല എത്ര ഉണ്ട്. പിന്നെ പാടല്ലേ റബ്ബറൈസ്ഡ് റോഡൊക്കെ കഴിഞ്ഞു. ഇനി കുഴിയല്ലേ. ഇവിടെയും തന്നെ പ്രശ്നം. അച്ഛനെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വരണ വഴിക്ക് ഇപ്പം മണി 1 മണിയാവാറായി. എന്തായാലും മറ്റൊരു ഫുഡ് കഴിക്കാനും കാര്യങ്ങളായിട്ട് വന്നു തുടങ്ങും അക്ഷയയില്. പിന്നെ കൊടുത്തിട്ട് ബ്ലോക്ക് ഈ വഴി കുഴപ്പമില്ല. ഇത് നല്ല റബ്ബറൈസ്ഡ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മളെ മറ്റേ പൂന്തി കടങ്ങൾ റൈറ്റ് ചെയ്തിട്ട് എൻ്റെ വീട് നമ്മുടെ അമ്പലവിടെ നമ്മുടെ അയ്യപ്പങ്ങ അമ്പലമൊക്കെ അറിയാം. അനീഷിനെയൊക്കെ അറിയാം. അനീഷ് പിന്നെ ധനേഷൊക്കെ BJP അറിയില്ല. നമ്മുടെ അമ്പലയുടെ ഷീറ്റ് അടിക്കുന്നത് അറിയോ? നമ്മുടെ റെയിൽവേ ബ്രിഡ്ജിന്റെ അവിടുത്തെ അനീഷിന്റെ വീടിന്റെ പുതിയ വീടിന്റെ അവിടെ എൻ്റെ വീട്. ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് നമ്മൾ മറ്റേ ഇവിടേക്ക് തിരിയില്ലേ നമ്മുടെ വഴിയിലേക്ക് എന്തുകൊണ്ട് വലിയ കുഴിയായിരുന്നു. അതിന് കുറച്ച് പെട്രോൾ ഇപ്പൊ ഇവിടെ അതെ ഞങ്ങളിപ്പോ മറ്റേ എന്താണ് ചൂണ്ടലിക്ക് പണിയുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് പോയിട്ട് വരുമ്പോ ഈ സാധനം
ആദ്യം കൊണ്ടുവന്നിട്ട് മറ്റേ JCB കൊണ്ടൊക്കെ പരത്തി ഇടിച്ചിട്ടൊക്കെ പോയി. തിരിച്ചൊരു മഴ കഴിഞ്ഞ് തിരിച്ച് ഞാൻ ലോഡ് ഇറക്കി വരുമ്പോണ്ട് ഈ സാധനം കംപ്ലീറ്റ് കുഴി. അതേപോലെ ഇത് ഇട്ടിട്ട് ഒരു മഴയായി. ഇതൊക്കെ ഈ മഴക്കാലത്തിനും മുന്നേ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ്. ഇതൊരു നല്ല രസമായിട്ടുള്ളത്. ഇനി എന്താണ് ഈ മാവൊക്കെ ഒന്ന് മുറിച്ച് ഇതാക്കുന്നത്. നാളെ ഒരു ലോറി കൊണ്ടുവന്നിട്ട് നല്ല ഹൈറ്റ് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ തൂപ്പ് തടയിലൊക്കെ ഇട്ട് പാവം കുറെ കിട്ടും. ഈ ഹൈറ്റിലുള്ള ബിൽഡിങ്ങാണ് ഹൈയത്ത് നമ്മുടെ ലുലുവിൻ്റെ. നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് തിരിയും. നേരെ കാണുന്ന ബിൽഡിങ്ങൊക്കെ ശോഭ സിറ്റിയിലാണ്. ഒരു പറ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഇന്നാണ് വണ്ടി അങ്ങനെ ഇറങ്ങി പോകില്ലായിരുന്നു. കാറുകാർക്ക് ഏറ്റവും കാറായാലും നമ്മളതിൽ നോക്കണം. അതേപോലെ ആ പാലത്തിൻ്റെ ഹൈറ്റ് ഉണ്ട്. നാളെ ഒരു ലോറിക്കാരൻ വന്നിട്ട് അവിടെ ഒരു കാറുകാരൻ ചവിട്ടല കിട്ടിയപ്പോൾ ഈ ഉള്ളോട് വെച്ച് വന്നിട്ട് നെഞ്ഞും കൂടെ പൊളിഞ്ഞ് പാവത്തിന് വണ്ടികൾ മാറ്റിയിട്ട് റിവേഴ്സ് ഇറക്കിയിട്ട് വീണ്ടും അവിടെ നിന്ന് വലിപ്പിച്ച് കയറ്റി. സംഭവം ഈ സാധനം എത്ര ഹൈറ്റായിട്ട് അവിടേക്ക് വന്ന് മുട്ടി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതൊക്കെ ഏത് കാലത്ത് പണിയാനാണോ? അവര് നിർത്തിയതുകൊണ്ട് പരിപാടി. മണി കിട്ടുന്നാവില്ലേ? അതാണ് മെയിൻ പ്രശ്നം. ജോർജ് കുട്ടി വന്നാലല്ലേ കാര്യം നടക്കുള്ളൂ. അത് പകുതിയിൽ കൊടുത്താൽ നമ്മുടെ മുഖ്യമന്ത്രി ഇന്നാള് അവിടെ നിന്ന് തിരിഞ്ഞു വന്നോണ്ടിട്ട് മറ്റേ വടക്കാഞ്ചേരി റൂട്ട് കൂടെ വന്ന. അപ്പൊ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല റോട്ടും കൂടെ പോയിരിക്കും. കുറച്ച് പാടില്ല. നമ്മുടെ പുഴക്കിലെത്തി സുഹൃത്തുക്കളെ. നല്ല ഭംഗിയുള്ള ബസ് കാണണമെങ്കിൽ തമിഴന്മാരെ വണ്ടികൾ. എന്തായിരുന്നു ഒരു വണ്ടി ഇടിച്ചു അതിൻ്റെ പേരിൽ നിന്നിട്ട് മറ്റേ ആകെ കളർ മാറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ഏത് കളർ വേണമെങ്കിൽ അടിച്ചോളാം. കുറച്ചൊക്കെ ഇലക്ഷൻ്റെ ഇപ്പൊ എന്തൊക്കെ വേറെ കുറക്കെ പോകാൻ കാരണം എന്താ? അതെ, ഇതിനാണ് അവരുടെ ജനങ്ങൾക്ക് ഒരു മടുത്തു. ഇവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഇതായി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇവർക്ക് ഇപ്പം ഈ മഴക്കാലത്തിന് മുന്നേ ഈ വക റോഡ് ഇത് ഏറ്റവും ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കോഴിക്കോടും ഇവിടേക്ക് പോകാനുള്ളവർ ആ സാധനം ഒന്ന് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇതുണ്ടാവും. തന്നെയല്ല ഓരോ വട്ടം ഓരോ കുഴിയിലും ഇതിനും പോയി വീഴുമ്പോഴുള്ള പാട് ഇത്തിരി അക്രമം തന്നെയാണ്. വണ്ടികൾ പണിയാണ്ട ഇഷ്ടം പോലെ. ബസ്സുകാരൻ ലീഫ് കൂട്ടിയിട്ടുള്ളത് കാണണോ? കാരണം മറ്റേ ഈ കുന്നോളം ബസ് ഒന്നും അവരെന്നിട്ട് സമരം പിടിച്ച ടൈമിലാണ് എന്നിട്ട് കല്ലൊക്കെ കൊണ്ടുവന്ന് അടിച്ചത്. ഇത് പണത്തെ ടൈമിൽ കുറെ കാലം കിടന്നിട്ടുള്ള റോഡ് തന്നെയാണ്. ഇതിന്റെ മുകളിൽ പിന്നെ ഒരു മെയിൻ്റനൻസ് ഇല്ല. വെള്ളം പോവാനുള്ളൊരു ഇതില്ല. ഇവിടെ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ അക്രമം അതിനകത്ത്. അതെ, പിന്നെ എങ്ങനെ വെള്ളം പോകാനാ?
അങ്ങനെ വന്ന് അമലെത്താറായി. നമ്മുടെ ഡേവിസ് ചേട്ടൻ ഉണ്ടായിരുന്നില്ലേ നിങ്ങളെ വീട്ടിലെടുത്ത ആള് നമ്മുടെ ജയേട്ടൻ്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ ഓപ്ഷൻ എടുക്കില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ഡേവിസ് ചേട്ടനൊക്കെ അറിയാം. അതുണ്ട് ഓർഷൈ പിന്നെ വാർക്കമണിക്ക് പാർക്കമണി ആളുകളെന്ത് മറ്റേ വീട് മാറ്റണമെന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തു.